കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ആളുകൾ കവികളും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമാണ്. അവരുടെ എഴുത്തുകളിലൂടെയാണ് നമ്മളൊക്കെ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കവികളും കലാകാരന്മാരും ആവുന്നൊന്നുമില്ല. പക്ഷെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചത് ആശാന്റെ കവിതയായിരിക്കും, അല്ലെങ്കിൽ നാരായണ നായരുടെ കവിതയായിരിക്കും. അമ്മയെ വള്ളിയിൽ നിന്ന് പറന്നു പോകുന്ന പൂമ്പാറ്റകൾ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതറ്റേ ഉലക് എന്ന് പറയുന്നതാണ് ഏറ്റവും വെരി ഫസ്റ്റ് തിരുക്കുറൾ. അതായത് ദൈവവിശ്വാസി ആണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഒരു പരമോന്നത ഒരു ശക്തിയിൽ നിന്ന് ഈ ഭൂലോകം സൃഷ്ടിക്കപ്പെട്ടതുപോലെ അക്ഷരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം ആ എന്ന് പറയുന്ന ആ ഒരു അക്ഷരത്തിൽ നിന്നാണ്. വനം വകുപ്പും ഭാഷയുമായിട്ട് എന്തൊരു ബന്ധം എന്ന ആളുകൾ സംശയിച്ചേക്കാം. മനുഷ്യൻ്റെ ഭാഷയുടെ നിർമ്മിതിയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പരിസ്ഥിതി അല്ലെ വനത്തിന് അതിൻ്റേതായിട്ടുള്ള സമൃദ്ധിക്കൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഗ്രീക്ക് ഒരു ഇക്കണോമിസ്റ്റാണ്, അദ്ദേഹം പറയുന്നത് ക്ഷാമമാണ് കൃഷി ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. പണ്ട് മധ്യേഷ്യയിലും യൂറോപ്പിലൊക്കെയുള്ള വനങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ഭക്ഷണം മനുഷ്യർക്ക് ലഭിക്കുകയായിരുന്നു. ഭക്ഷണം ലഭിക്കുന്നതിൻ്റെ സമൃദ്ധി ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർക്ക് കിട്ടാതായി കഴിഞ്ഞപ്പോൾ 10,000-11,000 കൊല്ലം മുമ്പ് കൃഷി ചെയ്യാൻ മനുഷ്യൻ ആരംഭിച്ചു. അപ്പോൾ ക്ഷാമമാണ് കൃഷിയിലേക്ക് നയിച്ചത്.